ഒരു യുവതി ടാക്സിയിൽ കയറി ജോലിക്കായുള്ള അഭിമുഖത്തിന് പോവുകയായിരുന്നു. ഇന്റർവ്യൂ തുടങ്ങാൻ വെറും 10 മിനിറ്റ് സമയമാണ് ബാക്കിയുണ്ടായിരുന്നത്. അപ്പോഴാണ് വയോധികനായ ഒരു മനുഷ്യൻ ടാക്സിയുടെ അടുത്തേക്ക് ഓടിയെത്തി ഡ്രൈവറോട് ഇപ്രകാരം പറഞ്ഞത്: എന്നെ ഒന്ന് സഹായിക്കണം, എൻ്റെ ഭാര്യയ്ക്ക് ഹൃദയാഘാതമുണ്ടായി, അവളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. ഡ്രൈവർ മറുപടി പറഞ്ഞു: ക്ഷമിക്കണം, എനിക്ക് വേറെ യാത്രക്കാരിയുണ്ട്, ഞാൻ ഇരട്ടി പണം തരാം എന്ന് വയോധികൻ പറഞ്ഞു. ഇത് കേട്ട് യുവതി പറഞ്ഞു: എനിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഉടനെ അവിടെ എത്തണം. വയോധികൻ നിസ്സഹായനായി കൈ പിൻവലിച്ചു. കാർ മുന്നോട്ടു നീങ്ങി. പക്ഷേ കുറച്ചു ദൂരം ചെന്നപ്പോൾ യുവതി തിരിഞ്ഞു നോക്കി. ആ മനുഷ്യൻ അപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മുഖത്ത് ഭയവും നിസ്സഹായതയും. അവളുടെ മനസ്സ് മാറി. വണ്ടി തിരിക്കൂ, അവൾ പറഞ്ഞു. വയോധികൻ അടുത്തെത്തിയപ്പോൾ യുവതി പറഞ്ഞു: ദയവായി ഈ കാറിൽ പൊയ്ക്കോളൂ, ഞാൻ വേറെ വഴി നോക്കിക്കൊള്ളാം. വിശ്വസിക്കാനാകാതെ അയാൾ ആ പെൺകുട്ടിയെ നോക്കി. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, അയാൾ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ടാക്സിയിലേക്ക് കയറി. വണ്ടി വളരെ വേഗത്തിൽ മുന്നോട്ട് പോയി. യുവതി ഏറെ നേരം കാത്തുനിന്നെങ്കിലും മറ്റൊരു ടാക്സി ലഭിച്ചില്ല. ഒടുവിൽ അവൾ ഓഫീസിലേക്ക് നടന്നു പോകാൻ തീരുമാനിച്ചു. വിയർത്ത് കുളിച്ച് കിതച്ച് ശ്വാസം മുട്ടി അവൾ ഇന്റർവ്യൂ ഹാളിലെത്തി. മാനേജർ അവളെ നോക്കി പറഞ്ഞു: നിങ്ങൾ 45 മിനിറ്റ് വൈകിയിരിക്കുന്നു. ചില പ്രശ്നങ്ങൾ കാരണം എനിക്ക് താമസിക്കേണ്ടി വന്നു, അവൾ ക്ഷമാപണത്തോടെ പറഞ്ഞു. നിങ്ങളുടെ ബയോഡേറ്റ തരൂ, അയാൾ ആവശ്യപ്പെട്ടു. ക്ഷമിക്കണം, ഞാൻ അത് ടാക്സിയിൽ വെച്ച് മറന്നു, അവൾ പറഞ്ഞു. മാനേജർ ദേഷ്യത്തോടെ പറഞ്ഞു: ഇത്ര ഉത്തരവാദിത്തമില്ലാത്ത ഒരാൾക്ക് ഇവിടെ ജോലിയില്ല, നിങ്ങൾക്ക് പോകാം. അവൾ കടുത്ത വിഷമത്തിലായി. 6 മാസമായി കാത്തിരുന്ന ജോലിയാണ്. ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതെയായി. ഓഫീസിന് പുറത്തേക്കിറങ്ങിയ അവൾക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. ആ സമയം അവളുടെ ഫോൺ ശബ്ദിച്ചു. ഫോൺ എടുത്തപ്പോൾ മറുതലയ്ക്കൽ ഗ്ലോബൽ ഹോൾഡിംഗ് ഗ്രൂപ്പിന്റെ HR വിഭാഗത്തിലുള്ള വ്യക്തിയായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിലേക്ക് എത്രയും പെട്ടെന്ന് വരാമോ, അവർ ചോദിച്ചു. ഒന്നും മനസ്സിലാകാതെ ആശങ്കയോടെ അവൾ അവിടെ എത്തി. ആ വലിയ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജറുടെ കയ്യിൽ അവളുടെ ബയോഡേറ്റ ഉണ്ടായിരുന്നു. സാർ, ഇതെന്റെ ബയോഡേറ്റയാണ്, അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി, അവൾ ചോദിച്ചു. പുഞ്ചിരിയോടെ ആ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞു: നിങ്ങൾ ഇത് ടാക്സിയിൽ മറന്നു വെച്ചതാണ്. നിങ്ങൾ സഹായിച്ച വയോധികൻ എൻ്റെ അച്ഛനാണ്. അദ്ദേഹം ഒരു കാര്യം മാത്രമാണ് എന്നോട് ആവശ്യപ്പെട്ടത്: ആ പെൺകുട്ടിക്ക് ഒരവസരം കൊടുക്കണം. എനിക്ക് അച്ഛൻ്റെ വാക്ക് തള്ളിക്കളയാനാകില്ല. അയാൾ HR വിഭാഗത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു: പോയി നിങ്ങളുടെ ജോയിനിങ് നടപടികൾ പൂർത്തിയാക്കും. ഓർത്തുവെക്കാം, നിങ്ങളുടെ ദയ ഒരു യാത്രയെ അല്പസമയം വൈകിപ്പിച്ചേക്കാം, പക്ഷേ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് അത് നിങ്ങളെ ഒരിക്കലും അകറ്റില്ല.